ആര്യൻകാവ് ചെക്ക് പോസ്റ്റിന് സമീപം വൻ രാസലഹരി വേട്ട. ADGP MR അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരമുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ നടത്തിവരുന്ന മയക്കുമരുന്നിനെതിരെയുള്ള പരിശോധനയുടെ ഭാഗമായി കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു IPSന്റെ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് നടത്തിവന്ന പരിശോധനയിൽ കൊല്ലം ജില്ലയുടെ അതിർത്തിയായ ആര്യൻകാവ് ചെക്ക് പോസ്റ്റിന് സമീപം വെച്ച് ബാംഗ്ലൂരിൽ നിന്നും കാർ മാർഗം കൊണ്ടുവന്ന 25 ഗ്രാം MDMA സഹിതം 3 പേരെ കൊല്ലം റൂറൽ DAN-SAF ടീമും തെന്മല SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായി MDMA, കഞ്ചാവ് തുടങ്ങിയ മാരക മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തി വന്നിരുന്ന പ്രതികളെ പോലീസ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു. കൊല്ലം റൂറൽ പോലീസ് മേധാവി സാബു മാത്യു IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആര്യൻകാവ് ചെക്ക് പോസ്റ്റിന് ചിതറ കല്ലുവെട്ടാൻകുഴി ഷൈമ മൻസിലിൽ 26 വയസ്സുള്ള മുഹമ്മദ് അനസ്, ചിതറ മുള്ളിക്കാട് KP ഹൌസിൽ 24 വയസ്സുള്ള മുഹമ്മദ് അസ്ലം, ചിതറ കല്ലുവെട്ടാൻകുഴി ഹൈദർ മൻസിലിൽ 29 വയസ്സുള്ള ഹൈദർ അലി എന്നിവരെ 26.08 ഗ്രാം MDMA ആയി കൊല്ലം റൂറൽ DAN-SAF SIമാരായ ജ്യോതിഷ് ചിറവൂർ, ബിജു ഹക്ക്, പോലീസുകാരായ സജുമോൻ, ദിലീപ്, അഭിലാഷ്, വിപിൻ ക്ലീറ്റസ് എന്നിവരെയും തെന്മല SHO പുഷ്പകുമാറിന്റെ നേതൃത്വത്തിൽ തെന്മല SI പ്രജീഷും പോലീസും ചേർന്ന് പിടികൂടിയത്. ഇവരിൽ മുഹമ്മദ് അനസ്, മുഹമ്മദ് അസ്ലം എന്നിവരെ 1 മാസം മുൻപ് കഞ്ചാവുമായി കടയ്ക്കൽ പോലീസ് പിടികൂടി കേസെടുത്തിരുന്നു. പോലീസ് പരിശോധനയ്ക്കായി തടഞ്ഞു നിർത്തുമ്പോൾ സ്ഥിരമായി പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പോലീസിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചു വരികയായിരുന്നു പ്രതികൾ. രണ്ടാം പ്രതി അസ്ലാം 1.5 വർഷം മുമ്പ് കടയ്ക്കൽ MDMA കേസിലെ പ്രതിയും എക്സൈസ് പിടിച്ച 25 കിലോ കഞ്ചാവ് കേസിലെ പിടികിട്ട പുള്ളിയുമായിരുന്നു. അസ്ലം ജയിലിൽ നിന്ന് 2 വർഷത്തിനു ശേഷം ഇറങ്ങി വീണ്ടും 1 മാസം ആയപ്പോൾ തന്നെയാണ് MDMA കേസിൽ പ്രതിയാകുന്നത്. 1ഉം 2ഉം പ്രതികൾ നിരവധി കഞ്ചാവ് കേസിലെ പ്രതികളാണ്. കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ, ചിതറ, ചടയമംഗലം മേഖലയിൽ വൻതോതിൽ കഞ്ചാവ് MDMA വിൽക്കുന്ന സംഘത്തെയാണ് റൂറൽ DAN-SAF ടീം പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.